മുൻ KSRTC ഡ്രൈവർക്ക് നമ്മോട് പറയാനുള്ളത് കേൾക്കൂ. വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന കുരുന്നുകളും ഡ്രൈവർമാരും അറിയാൻ. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. പുസ്തകങ്ങളും പുതിയ കുടയും ബാഗുമായി നമ്മുടെ കുരുന്നുകൾ വിദ്യാലയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. വർഷങ്ങളോളം KSRTCയുടെ വലിയ വണ്ടികൾ ഓടിച്ച പരിചയത്തിൽ നിന്ന് ഒരു മുതിർന്ന സഹോദരനായി അല്ലെങ്കിൽ ഒരു കാരണവരായി എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. സാധാരണക്കാർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ചില റോഡ് സുരക്ഷാ നിർദ്ദേശങ്ങൾ താഴെ നൽകുന്നു. കുട്ടികളും മുതിർന്നവരും അറിയാൻ. സീബ്ര ക്രോസിംഗ് എന്നാൽ ഓടിക്കയറാനുള്ളതല്ല. പലർക്കുമുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ്. സീബ്ര ലൈൻ കണ്ടാൽ പിന്നെ ഇടം വലം നോക്കാതെ അങ്ങോട്ട് ഓടിക്കയറാം, വണ്ടികൾ നിർത്തിക്കോളുമെന്നത് ഇത് തികച്ചും അപകടകരമായ ചിന്തയാണ്. സീബ്ര ലൈൻ കണ്ടാൽ ചെയ്യേണ്ടത് ലൈനിനടുത്ത് ചെന്ന് നിൽക്കുക. വരുന്ന വാഹനങ്ങൾക്ക് നിങ്ങൾ റോഡ് മുറിച്ചു കടക്കാൻ നിൽക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സമയം നൽകുക. ഇടത്തോട്ടും വലത്തോട്ടും നോക്കുക. ആദ്യം വലത്തോട്ടും പിന്നെ ഇടത്തോട്ടും വീണ്ടും വലത്തോട്ടും നോക്കി വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. ഓടരുത്, നടക്കുക. വാഹനങ്ങൾ നിർത്തി തന്നു എന്ന് ഉറപ്പായാൽ ഓടാതെ, എന്നാൽ വേഗതയിൽ നടന്നു വേണം റോഡ് മുറിച്ചു കടക്കാൻ. ഓടുമ്പോൾ കാലിടറി വീഴാൻ സാധ്യതയുണ്ട്. ഡ്രൈവറുടെ കണ്ണ് കാണുക. ഹൈ കോണ്ടാക്റ്റ്. വരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ നിങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വീട് മുതൽ വിദ്യാലയം വരെ സുരക്ഷിതമായ യാത്രയ്ക്ക് ചില സ്മാർട്ട് ടിപ്പുകൾ. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നേരത്തെ ഇറങ്ങാം. സ്കൂൾ സമയത്തിന് തൊട്ടു മുൻപ് ഇറങ്ങി വെപ്രാളപ്പെട്ട് ഓടുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും. കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും നേരത്തെ ഇറങ്ങുക. റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുക. ഫുട്പാത്ത് ഇല്ലാത്ത റോഡുകളിൽ എപ്പോഴും വലതുവശം ചേർന്ന് വരുന്ന വാഹനങ്ങൾക്ക് അഭിമുഖമായി വേണം നടക്കാൻ. എങ്കിൽ മാത്രമേ മുന്നിൽ നിന്ന് വരുന്ന വണ്ടികൾ നമുക്ക് കാണാൻ കഴിയൂ. കൂട്ടം കൂടി നടക്കരുത്. കൂട്ടുകാരെ കാണുമ്പോൾ കൈകോർത്ത് പിടിച്ചും തമാശകൾ പറഞ്ഞും റോഡിന് നടുവിലൂടെ നടക്കരുത്. ഒറ്റ വരിയായി നടക്കുക. സ്കൂൾ ബസ്സിലും മറ്റു വാഹനങ്ങളിലും വണ്ടി നിർത്തിയ ശേഷം മാത്രം കയറുക, അല്ലെങ്കിൽ ഇറങ്ങുക. ബസ്സോ ഓട്ടോയോ പൂർണ്ണമായി നിർത്തിയെന്ന് ഉറപ്പാക്കിയ ശേഷമേ കയറാനോ ഇറങ്ങാനോ പാടുള്ളൂ. ഓടുന്ന വണ്ടിയിൽ ചാടി കയറാൻ നോക്കരുത്. തലയും കൈയും പുറത്തിടരുത്. ജനലിലൂടെ തലയോ കൈയോ പുറത്തേക്കിടുന്നത് വൻ അപകടങ്ങൾക്ക് കാരണമാകും. റോഡ് മുറിച്ചു കടക്കാൻ ബസ് പോകുന്നത് വരെ കാക്കുക. സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ റോഡ് മുറിച്ചു കടക്കരുത്. ബസ് അവിടെ നിന്ന് മാറിപ്പോയ ശേഷം റോഡ് വ്യക്തമായി കണ്ടതിനു ശേഷം മാത്രം ക്രോസ് ചെയ്യുക. രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്ക്. കുട്ടികളെ ബൈക്കിൽ കൊണ്ടുപോകുമ്പോൾ അവർക്ക് കൃത്യമായ ഹെൽമെറ്റ് ധരിപ്പിക്കുക. റോഡ് നിയമങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, നമ്മൾ അത് സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത് മാതൃകയാവുകയും വേണം. ഡ്രൈവർ സഹോദരന്മാരോട് ഒരു വാക്ക്, വിശേഷിച്ച് സ്കൂൾ വണ്ടികൾ ഓടിക്കുന്നവരോട്. വലിയ വണ്ടികളുടെ സ്റ്റിയറിംഗ്, കൈ ഹോൾഡിംഗ് പിടിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടാകണം, ആ വരുന്നത് നമ്മുടെയും കൂടെ കുട്ടികളാണെന്ന്. വേഗത കുറക്കുക. സ്കൂൾ മേഖലകളിൽ വേഗത എപ്പോഴും പരിധിക്കുള്ളിൽ നിർത്തുക. ക്ഷമ വേണം. കുട്ടികൾ റോഡ് മുറിച്ചു കടക്കാൻ നിൽക്കുന്നത് കണ്ടാൽ വണ്ടി നിർത്തിക്കൊടുക്കാൻ മടി കാണിക്കരുത്. അനാവശ്യമായി ഹോണടിച്ച് അവരെ ഭയപ്പെടുത്തരുത്. കുട്ടികൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. സ്കൂൾ ബസ്സുകൾ നിർത്തുമ്പോൾ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായ സിഗ്നൽ നൽകുക. കുട്ടികൾ പൂർണ്ണമായും സുരക്ഷിത സ്ഥാനത്തെത്തിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വണ്ടി മുന്നോട്ടെടുക്കുക. ഓർക്കുക, ഒരു നിമിഷത്തെ ശ്രദ്ധ വലിയൊരു ആപത്തിൽ നിന്നാവും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും സുരക്ഷിതവും സന്തോഷകരവുമായ ഒരു പുതിയ അധ്യയന വർഷം ആശംസിക്കുന്നു. റിപ്പോർട്ട് തയ്യാറാക്കിയത് മുൻ KSRTC ഡ്രൈവർ ഇബ്രാഹിം വെട്ടിക്കാട്ടിൽ.